തെക്കൻ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രചരണ രംഗത്ത് സജീവമായി ഇടത് സ്ഥാനാർത്ഥികൾ വികസനത്തിന്റെ രാഷ്ട്രീയം ചർച്ചയാക്കിയാണ് പര്യടനം പുരോഗമിക്കുന്നത്. തുടക്കം മുതൽ ലഭിക്കുന്ന ജനപിന്തുണ തെരഞ്ഞെടുപ്പ് ഫലത്തിലും പ്രതിഫലിക്കുമെന്നാണ് സ്ഥാനാർത്ഥികളുടെ ആത്മവിശ്വാസം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളം നിറഞ്ഞിരിക്കുകയാണ് LDF. വോട്ടഭ്യർത്ഥിച്ചുള്ള ചുവരെഴുത്തുകളും നവമാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണവും തകൃതിയായി നടക്കുന്നു. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ പൗരപ്രമുഖരെയും സുഹൃത്തുക്കളെയും സന്ദർശിച്ചു. മണ്ഡലത്തിന്റെ തെക്കേയറ്റമായ നെയ്യാറ്റിൻകരയിലും പാറശാലയിലുമാണ് സന്ദർശനം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ റോഡ് ഷോയുമായി വി ജോയിയും സജീവം. തുറന്ന ജീപ്പിൽ പരമാവധി ഇടങ്ങളിലെത്തി ജനങ്ങളെ നേരിൽ കണ്ട് അഭിവാദ്യം സ്വീകരിക്കുകയാണ് അദ്ദേഹം. കൊല്ലത്ത് നാടിനെ ആവേശത്തിലാക്കി മുകേഷും പ്രചരണ തിരക്കിലാണ്. ജില്ലയുടെ കിഴക്കൻ മേഖലകളായ ആയൂർ, അഞ്ചൽ, കുളത്തൂപ്പുഴ എന്നിവിടങ്ങളിലാണ് സ്വീകരണം ഏറ്റുവാങ്ങിയത്. ദേശീയ രാഷ്ട്രീയം, കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം എന്നിവ പ്രചരണായുധമാക്കിയാണ് പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന്റെ പര്യടനം. പൂഞ്ഞാറിലെ ജനങ്ങൾക്കൊപ്പമാണ് ഐസക്കിന്റെ ഇന്നത്തെ ദിവസം. ജനങ്ങളിൽ കാണുന്ന വലിയ ആവേശം തെരഞ്ഞെടുപ്പ് ഫലത്തിലും പ്രതിഫലിക്കുമെന്നാണ് സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയും ആത്മവിശ്വാസം. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, തിരുവനന്തപുരം.